പിന്നീട് ഇവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഈ ദീപകിനെ വിളിക്കുകയാണ്. ഞാൻ നിൻ്റെ കിണറിൻ്റെ അവിടെ വന്നിട്ടുണ്ട്, മദ്യവും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് രണ്ടെണ്ണം അടിക്കാം, എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട്, നീ ഒന്ന് ഇവിടെ വരുമോ എന്ന് ചോദിച്ചിട്ട് ആ പയ്യനെ വിളിച്ചു വരുത്താണ് ഉണ്ടായത്. ആ പയ്യനാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നത്, ആരാണ് വിളിച്ചത് തുടങ്ങിയിട്ടുള്ളൊന്നും പറയാതെ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി പുറത്തത് ആ ഒരു കിണറിൻ്റെ അങ്ങോട്ട് എത്തുകയാണ്. ഈ ഫഹ്മിദും ആസിഫും വലിയവരായിട്ട് മദ്യപിച്ചില്ല, ഇവർ ദീപകിന് ഒഴിച്ചു കൊടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇയാൾ കുടിച്ച് ലക്ക് കേട്ട് ബോധം കേട്ട് അവസാനം നിലത്ത് വീഴുന്ന ആ ഒരു സമയത്ത് ഇവർ എന്താ പറയുക, വലിയൊരു വാള് പോലത്തെ ഒരു കത്തി അവർ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ഒരൊറ്റ വെട്ട് വെച്ച് കൊടുക്കുകയാണ്. ഒരൊറ്റ വെട്ടിൽ ഇയാളുടെ തലയും ഉടലും വേർപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് ഇവർ ആ ഒരു തലയെടുത്തിട്ട് കുറേ അങ്ങോട്ട് മാറിയിട്ട് കൊണ്ടുപോയിട്ട് കുഴിച്ചെടുക്കുകയാണ്. ഈ ബോഡി മാത്രം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നിട്ടുണ്ടായിരുന്നു അവർക്കുണ്ടായത്. എന്നാൽ പോലീസുകാർ ഫോണൊക്കെ ട്രാക്ക് ചെയ്ത് പിടികൂടുമെന്നുള്ളൊരു കാര്യം ഇവർ ചിന്തിച്ചിട്ടുണ്ടാകില്ല. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവരിപ്പോൾ ജയിലിലാണുള്ളത്.